ഹ്യുനുവിനെ നിലവിലെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും ഒഴിവാക്കിയതുകൊണ്ട് തന്നെ അതിന്റെ വിഷമത്തിലൊക്കെ അവൻ നിൽക്കുമ്പോഴത്തേക്കും അസിസ്റ്റൻസും അവന്റെ അടുത്ത് നമുക്ക് ഒന്നിച്ചു പോയി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവനും അതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവന് ജിഹ്വാന്റെ അടുത്തുനിന്നും ഒരു കോള് വരുന്നു. ഓൺഹെനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഡോങ്ഹിയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജിഹ്വാൻ ഹിനുവിനെ കാണുവാനായിട്ട് എത്തുന്നു. ജിഹ്വാനും ജുയങ്ങിന്റെ അടുത്ത് അന്വേഷിക്കുവാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഹ്യുനുവിനെ ആ കേസിൽ നിന്നും സുപ്പീരിയേഴ്സ് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്കുള്ള പ്രഷറൊക്കെ ആ ഒരു കേസിലും ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ ചുയങ്ങും അവനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ജിഹ്വാനും തന്റെ അച്ഛനെ കുറിച്ചൊക്കെ ഹ്യുനുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും വലിയൊരു കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയായിരുന്നു ഞാനും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഞാനതൊക്കെ അന്വേഷിച്ചതിന് ശേഷം എന്റെ കയ്യിൽ ആവശ്യത്തിന് തെളിവ് ഉണ്ടായിട്ട് പോലും ഒരു അറസ്റ്റ് വാറന്റ് ഒക്കെ ഞാൻ കൊടുത്തിട്ട് അത് സുപ്പീരിയേഴ്സ് അംഗീകരിച്ചില്ല. ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാങ്കിലിനെയാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവും അവന്റെ മാത്രമാണെന്നുള്ള രീതിക്കാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ യാങ്ങിനും പിന്നിൽ മറ്റാരോ ഒളിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായതായിരുന്നു. അയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുവാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഈ കള്ളപ്പണത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ എന്നെ കേസിൽ നിന്ന് മാറ്റി. അത്രത്തോളം വലിയൊരു വ്യക്തിയാണോ നിന്റെ അച്ഛൻ? നിന്റെ അച്ഛൻ 10 വർഷങ്ങൾക്ക് മുമ്പിൽ ജയിലിലൊക്കെ പോയതല്ലേ? അങ്ങനിരിക്കെ ഇത്രത്തോളം പവറും പണവും ഒക്കെ എങ്ങനെയാണ് അയാൾക്ക് ലഭിച്ചതെന്ന് ചീഹ്വാന്റെ അടുത്തും ഹിനുവ ചോദിക്കുന്നു. ഞാനും അയാളുടെ പിടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. 10 വർഷത്തോളം അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് 10 വർഷത്തോളം എനിക്ക് അയാളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ മൊത്തം എന്റെ 20 വർഷങ്ങളൊക്കെയാണ് അയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പോഴാണ് ഞാൻ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയത്. ഇനിയും അയാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇടപെടുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് ചീഹ്വാനും ഹിനുവിനെ അറിയിക്കുന്നു. കാങ്കലിനെയും ടീമിനെയും ഇപ്പോൾ ജയിലിൽ നിന്നും റിലീസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ യാങ്ങും അവരെ ചെന്ന് കണ്ടതിന് ശേഷം കാങ്കലിന്റെ അടുത്ത് കഴിഞ്ഞ തവണ നമ്മുടെ പ്ലാൻ എല്ലാം തന്നെ കുളമാക്കിയത് ചിഹ്വാനാണെന്നുള്ള കാര്യം നീയായിട്ട് ചെയർമാനെ അറിയിക്കുവാനായിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചെയർമാൻ അറിയിക്കുകയാണെങ്കിൽ ആൾക്ക് കൂടുതൽ വിഷമമായിരിക്കും തോന്നുക എന്നൊക്കെ യാങ്ങും പറയുന്നു. ഓൺഹ ജിഹ്വാന്റെ അടുത്ത് പിണങ്ങിയൊക്കെ നടക്കുകയാണ്. അങ്ങനെയിരിക്കെ അവരും ഓർഫനേജിലെ ഒരു പ്രൊജക്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും എന്താണോ പ്രൊജക്ട് എന്നൊക്കെ ഓൺഹയും ചോദിക്കുന്നു. ഈ ഒരു ചാൻസ് വെച്ചിട്ട് ഓൺഹയുടെ അടുത്ത് സംസാരിക്കുമെന്നൊക്കെ ജിഹ്വാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള മറുപടിയൊക്കെ ഹോങ്കിയും കൊടുക്കുകയാണ്. വർഷത്തിലൊരിക്കൽ സ്പോൺസേഴ്സ് ഓർഫനേജിലൊക്കെ ചെന്ന് കുട്ടികളെ കാണണം, അതാണ് പരിപാടിയെന്ന് അവൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ഓൺഹയും ചോദിക്കുന്നു. എന്നാൽ അതിന് മറുപടി പറയാമെന്ന് ജിഹ്വാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള മറുപടി ജെയ്സോയും പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും കുട്ടികൾക്കുള്ള നല്ലൊരു റോൾ മോഡൽ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് അവർക്ക് കൂടുതലായിട്ട് നല്ലതെന്ന് അവനും പറയുന്നു. ജോയിങ്ങും ഓർഫനേജിലൊക്കെ വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവന് ഇങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള പ്രോഗ്രാമിൽ താല്പര്യമില്ല എന്ന് കൂടി അറിയിക്കുന്നു. ഓൺഹെയും കബോർഡിലുണ്ടായിരുന്ന ഒരു സ്പൈസസ് ഒക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൾക്ക് പൊക്കമൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇത് എടുക്കുവാനായിട്ട് സാധിക്കാതെ നിൽക്കുന്നു. ചിഹ്വാൻ ആയിരുന്നു അതൊക്കെ അവൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നതും. പിന്നീട് ഓൺഹയുടെ അടുത്ത് ക്ഷമയും ചോദിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു ആപ്പിളും അവൾക്ക് അവൻ നൽകുന്നുണ്ട്. പണ്ട് മുതലേ ഞാനും യാങ്ങും അത്രയ്ക്ക് ചേരുകയൊന്നുമില്ല. മാത്രമല്ല അവൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ നിന്റെ അടുത്തുള്ള ഒരു ഇഷ്ടമൊക്കെ കാരണമായിരുന്നു ഞാനും അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ ചെയ്തത് കുറച്ച് കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഹ്വാൻ നിൽക്കുമ്പോഴത്തേക്കും നീ എപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കണമെന്നൊന്നുമില്ല, മറിച്ച് നിന്റെ വിഷമങ്ങൾ എന്റെ അടുത്തും തുറന്നു പറയാം. പിന്നെ ഞാനും സെൽഫ് ഡിഫൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്. സോ അങ്ങനെയൊന്നും ആർക്കും എന്നെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്റ്റെപ്സ് ഒക്കെ അവളും അവന് കാണിച്ചു കൊടുക്കുന്നു. ജോയിങ്ങും ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇപ്പോൾ മിഹോയുടെ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. പേരൻസും മിഹോയുടെ ചെറുപ്പത്തിലെ ഫോട്ടോസ് എല്ലാം തന്നെ അവനും കാണിച്ചു കൊടുക്കുകയാണ്. നീ സുന്ദരനാണ്, എന്റെ മകൾ ക്യൂട്ടാണ്. അങ്ങനെയിരിക്കെ നിങ്ങൾക്കുണ്ടാകുന്ന എന്റെ പേരക്കുട്ടികൾ ഉറപ്പായിട്ടും നല്ല സുന്ദരന്മാരും അതുപോലെ തന്നെ ക്യൂട്ടുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ എത്തുന്ന മീഹോയും വീട്ടുകാരുടെ അടുത്ത് ആകെ ദേഷ്യപ്പെടുന്നു. ഞങ്ങൾ കപ്പിളൊന്നും അല്ല എന്ന് അച്ഛനോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് പേരക്കുട്ടികളെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നത്? എന്തായാലും ഇനി മേലാൽ ഇവനെ വീട്ടിലേക്ക് പോലും കയറ്റുവാനായിട്ട് പാടില്ല. എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോട്ടോസ് കാണുന്നവർക്കൊന്നും കാണിച്ചു കൊടുക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നു. നിന്നെ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് എന്റെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് മിഹോ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും നീ എന്നെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു, അതുവരെ ഞാനും ഈ വീട്ടിൽ വന്നുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ അവൻ പറയുകയാണ്. മാത്രല്ല അവന് നടന്നു പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നിന്റെ കാറൊക്കെ എടുത്തോണ്ട് പോയെന്ന് മിഹോ പറയുന്നുണ്ടെങ്കിൽ പോലും ആ കാറ് നിന്റെ അമ്മയ്ക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞ് അവനും പോകുന്നു. ഹോങ്കിടോ ഹിടക്കായില് ബ്രെഡും ഡ്രിങ്ക്സും ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ കിടക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഡോഹിയും ഓർക്കുന്നു.
ക്ലാസ് ഒക്കെ പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്യുന്ന പെൺകുട്ടി അവനെ കാണുവാനായിട്ടൊക്കെ വന്നതിന് ശേഷം അവൾക്ക് കടൽ കാണണമെന്നൊരു ആഗ്രഹമൊക്കെ അവനോട് പറയുകയാണ്. അവനും അവളെ കൂട്ടിക്കൊണ്ട് ഒരു ബ്രിഡ്ജിന്റെ മുകളിലൊക്കെ നിൽക്കുന്നു. അവിടെ വെള്ളവും മണലും എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കടലായിട്ടൊക്കെ കണ്ടോ എന്നായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഉറപ്പായിട്ടും അടുത്തൊരു ദിവസം അവളെയും കൂട്ടിക്കൊണ്ട് കടലൊക്കെ കാണുവാനായിട്ട് പോകാമെന്ന് അവനും വാക്കു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജെയ്സോയും മാൻഹോയും കൂടി അവരുടെ അടുത്തേക്കൊക്കെ വരുന്നത്. അവർക്ക് കഴിക്കുവാനുള്ള ഫുഡൊക്കെ ആയിട്ടായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നതും. ജീഹോനും വീട്ടിലിരുന്ന് വർക്കൊക്കെ ചെയ്തോളാമെന്ന് പറഞ്ഞ് വീട്ടിലിരിപ്പാണ്. മാത്രമല്ല വീട്ടിൽ ഉണഹ കൂടി ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും കൂടി വീട്ടിലിരിക്കുന്നത് കൂടെ തന്നെ നമ്മളും അവരെ ശല്യം ചെയ്യുവാനായിട്ടൊന്നും പോകണ്ട. ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് വീട്ടിലൊക്കെ പോകാതിരിക്കാമെന്ന് അവരും പ്ലാൻ ചെയ്യുന്നു. ജിഹോനും ഉൺഹനെ കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്കൊക്കെ ചെല്ലുകയാണ്. അവിടെ ഉൺഹയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർപ്രൈസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവൾക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ തന്നെ അവനും റൂമിൽ പണിത് വെച്ചിട്ടുണ്ട്. അവൾക്ക് നേരത്തെ കമ്പനിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല ക്യാമറയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്കും നല്ല രീതിക്കുള്ള എല്ലാ സെറ്റിംഗ്സും അവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നീയും ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ മതി. എല്ലാവരും തന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് എത്തുന്നതായിരിക്കുമെന്നൊക്കെ ചീഹോനും പറയുന്നു. പിന്നീട് അവളും അവിടെ ഉണ്ടായിരുന്ന ഓരോന്നൊക്കെ എടുത്ത് അതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കാലൊക്കെ തെറ്റി വീഴുവാനായിട്ട് തുടങ്ങുകയാണ്. ചീഹോനും അവളെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ചു വീഴുന്നു. പിന്നീട് കുറച്ചു നേരം പരസ്പരം നോക്കിയിരുന്നതിന് ശേഷം നിനക്ക് വിശക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചീഹോനും അവൾക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോലും അവളെ ഇംപ്രസ് ചെയ്യുവാനായിട്ടൊക്കെ ചിഹോൻ നോക്കുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ അവളും തിരിച്ച് അവനെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് നോക്കുകയാണ്. സാധാരണ ടേബിളിന്റെ ചുറ്റും ആൾക്കാരൊക്കെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചാണല്ലോ ഫുഡ് കഴിക്കാറുള്ളൂ എന്ന് ഉണഹ പറയുമ്പോഴത്തേക്കും ഇന്ന് വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ചീഹോനും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ആകെ നെർവസ് ആകുകയാണ്. ഇനി ഉണഹയുടെ കാലിലുണ്ടായിരുന്ന ചെരുപ്പൊക്കെ താഴേക്ക് വീണ് പോകുമ്പോഴത്തേക്കും അതെവിടെയാണ് കിടക്കുന്നതെന്ന് അറിയുവാനായിട്ട് അവൾ ചെരുപ്പൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി തന്നെ അവൾ ചീഹോന്റെ കാലിലൊക്കെ ആയിരുന്നു തെരു തൊട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഈ ഫുഡൊക്കെ കഴിക്കുന്നത് നിർത്തിയേക്കാം, നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒന്നിച്ച് ലിവിംഗ് റൂമിലൊക്കെ ഇരുന്ന് ഡെസേർട്ട് കഴിക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ടിവിയും കണ്ടേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവനും ടിവിക്ക് ഓൺ ആക്കുമ്പോഴത്തേക്കും നാംസുകൊണ്ട് കിസിംഗ് സീനൊക്കെ ആയിരുന്നു അതിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു ഒരു എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവനും ചാനലൊക്കെ മാറ്റി നോക്കുമ്പോഴത്തേക്കും അടുത്തതായിട്ട് അവർ കാണുന്നത് ഡിസ്റ്റന്റ് വിത്യുവിലെ റൊമാൻസ് സീനൊക്കെയാണ്. സോ അതും കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കും അവരും ടി വി ഓഫ് ചെയ്യുന്നു. പിന്നീട് ഉൺഹയും സോഫയിലേക്ക് തലയൊക്കെ വെച്ച് കിടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചീഹ്വാനും അവളുടെ തലയൊക്കെ ഇടിക്കാതിരിക്കുവാനായിട്ട് അതിനിടയ്ക്ക് കയ്യും വയ്ക്കുന്നു. പിന്നീട് അവരും കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ജോയെങ്ങും അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അവന് ശരിക്കും നേരത്തെ വർക്കൊക്കെ തീർത്ത് വീട്ടിലേക്ക് വന്നതായിരുന്നെങ്കിൽ പോലും അവരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് തീർക്കുവാനായിട്ട് വർക്കുകൾ ഉണ്ടായിരുന്നു. അക്കാര്യം ഞാൻ മറന്നു പോയതാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും പോകുന്നു. ബെഡിലുണ്ടായിരുന്ന ആപ്പിളൊക്കെ എടുക്കുന്ന അവളും യാങ്ങിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. പിന്നീട് അവൾ കിച്ചണിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ജെയ്സോ നിൽക്കുന്നത് കാണുന്ന അവളും കാറ്റ് ക്ലബിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് അവന്റെ അടുത്തും ചോദിക്കുന്നു. കാറ്റ് ക്ലബിന്റെ ഓണർ ഞങ്ങളുടെ ആജന്മ ശത്രുവാണ്. അങ്ങനെ ഇരിക്കെ അവിടെ ഒന്നും പോയി നീ ഒരു രീതിക്കുള്ള പാർട്ടി നടത്തണ്ട. പാർട്ടി നടത്താനാണെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തൊക്കെ പോയാൽ മതിയെന്ന് ജെയ്സോയും പറയുന്നു. ആരാണ് അതിന്റെ ഓണർ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കുമാണ് യാങ് ആണ് ക്ലബിന്റെ ഓണർ. കഴിഞ്ഞ പ്രാവശ്യം ടെക്കിനെ രക്ഷിക്കുവാനായിട്ടൊക്കെ നമ്മുടെ ബോസ് പോയില്ലായിരുന്നോ, ആ ഒരു സമയത്ത് ബോസിനെ ഉപദ്രവിച്ചത് യാങ് ആയിരുന്നു. ജിഹോൻ വരുന്നതിന് മുമ്പ് ജിഹോന്റെ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഈ ഒരു യാങ് ആണ്. അങ്ങനെ ഇരിക്കെ പിന്നീട് ജിഹോൻ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തന്റെ സ്ഥാനമൊക്കെ ജിഹോന് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിക്കായിരുന്നു യാങ്ങിന്റെ ശത്രുത്വം തുടങ്ങിയത്. ജീഹ്വാനും ഇങ്ങനൊരു ജീവിതം ആയിരുന്നില്ല ആഗ്രഹിച്ചത്. ജീഹ്വാന്റെ അച്ഛൻ നല്ലൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനും നല്ലൊരു ജീവിതമൊക്കെ നയിച്ചേനെ. പക്ഷെ ഇതുപോലത്തെ ഒരു അച്ഛനെയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ ആയിരുന്നു അയാളുടെ കീഴിലൊക്കെ ജീഹ്വാനും ഉണ്ടായിരുന്നത്. പിന്നെ ജീഹ്വാനും അച്ഛനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ കൂടെ മറ്റെവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഒന്നും തന്നെ എനിക്ക് അറിയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജീസോയും പോകുന്നു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ട്രെയിൻ കാണാം. ബൈ.